Good morning students. Welcome to Malayalam class Standard 7. നമ്മളിന്ന് നൈൽ എന്ന മഹാകാവ്യം എന്ന പാഠത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. നൈൽ എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? എസ് കെ പൊറ്റക്കാടാണ് നൈൽ എന്ന മഹാകാവ്യം എഴുതിയത്. അദ്ദേഹത്തിന്റെ നൈൽ ഡയറി എന്ന യാത്രാ വിവരണത്തിൽ നിന്നും എഴുതിയിട്ടുള്ളതാണ് നൈൽ എന്ന മഹാകാവ്യം എന്ന പാഠം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പഠിച്ചത്? നൈൽ കരയിലെ കാടുകളിലെ ഭീകരതയും വൈചിത്ര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പുസ്തകം എടുത്തേ. ഓക്കെ. ഇരുണ്ട രാത്രി, എങ്ങും നിശബ്ദത. നൈൽ കപ്പലിൻ്റെ കിതപ്പ് മാത്രമേ ആ വനശാന്തിയെ ഭഞ്ജിക്കുന്നുള്ളൂ. ദൂരെ ആകാശത്തിൽ ഒരു ചുവന്ന പ്രകാശവലയം ദൃശ്യമാകുന്നു. കപ്പൽ മെല്ലെ ആ പ്രകാശവലയത്തെ സമീപിക്കുന്നു. കാട്ടാളന്മാർ. ഓക്കെ, അപ്പം ഇരുണ്ട രാത്രി അല്ലേ, എവിടെയും നിശബ്ദതയാണ്. നൈൽ കപ്പലിൻ്റെ ഒച്ച മാത്രമേ ഉള്ളൂ. ആ വനശാന്തിയെ ഭഞ്ജിക്കുന്നുള്ളൂ. ഭഞ്ജിക്കുക എന്ന് പറയാനാ, ഭഞ്ജിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ദൂരെ ആകാശത്തിൽ ഒരു ചുവന്ന പ്രകാശവലയം ദൃശ്യമാകുന്നു. പ്രകാശവലയം എന്ന് പറഞ്ഞാൽ പ്രകാശവൃത്തം, ദൃശ്യമാവുക എന്ന് പറഞ്ഞാൽ കാണുന്നു. കപ്പൽ മെല്ലെ ആ പ്രകാശവലയത്തെ സമീപിക്കുന്നു. കാട്ടാളന്മാർ അല്ലേ? വന്യമൃഗങ്ങളെ അകറ്റാൻ അവർ ഉയരത്തിൽ ജ്വലിപ്പിച്ച അഗ്നിയുടെ പ്രകാശമാണ് മുമ്പേ കണ്ടത്. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നി ഇവിടെ ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ആർപ്പുവിളിയും മുഴങ്ങുന്നു. കാവിമണ്ണുകൊണ്ട് ദേഹത്തിൽ കളങ്ങൾ വരച്ച പൂർണ്ണ നഗ്നരായ ആ കിരാതന്മാരുടെ കോലങ്ങൾ ചെന്തീപ്രഭയിൽ തെളിഞ്ഞു. ചെന്തീപ്രഭ എന്ന് പറഞ്ഞാൽ ചുവന്ന തീപ്രഭയിൽ അത് തെളിഞ്ഞു കണ്ടു അല്ലേ? കപ്പലിനെ കണ്ട ആഹ്ലാദത്തോടെ അവർ തീക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നു. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആദിമകാലത്തെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അറിയാതെ ഇഴകിച്ചേർന്ന് പോകുന്നു. ഇപ്പം നോക്കിയേ, മനുഷ്യജീവിതത്തിൻ്റെ ആദിമകാലത്തേക്ക് നമ്മൾ അറിയാതെ ഇഴകിച്ചേർന്ന് പോകുന്നു. എപ്പോഴാണ്? വന്യമൃഗങ്ങളെ അകറ്റാൻ നദീതീരത്ത് പ്രകാശവലയം തീർത്ത് നിൽക്കുന്ന കാട്ടാളന്മാർ അല്ലേ, അവരുടെ ആർപ്പുവിളി എവിടെയും മുഴങ്ങുന്നു. കാവിമണ്ണുകൊണ്ട് ദേഹത്തിൽ കളങ്ങൾ വരച്ച പൂർണ്ണ നഗ്നരായ ആ കിരാതന്മാരുടെ കോലങ്ങൾ തീപ്രഭയിൽ ലേഖകൻ കാണുന്നു അല്ലേ? കപ്പലിൽ ആണ് ലേഖകൻ. അപ്പോൾ കപ്പലിനെ കണ്ട ആഹ്ലാദത്തോടെ അവർ തീക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നു. ആ കാഴ്ച ലേഖകനെ മനുഷ്യജീവിതത്തിലെ ആദിമകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ഭാഗം നോക്കിയേ. ന്യൂബിയ മരുഭൂമി. ആ മരുപ്പരപ്പിലെ ചന്ദ്രികയുടെ മാസ്മരിക ശക്തി, നിശ്ചലമായ വിശാലതയ്ക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴയ അമ്പലങ്ങൾ, പൂഴിമണ്ണിലെ പൂനിലാവിൽ പ്രശോഭിക്കുന്ന കാഴ്ച, ഇവയൊന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല. അടുത്ത നോക്കിയേ, ന്യൂബിയ മരുഭൂമി. ആ മരുപ്പരപ്പിലെ ചന്ദ്രികയുടെ മാസ്മരിക ശക്തി, മാസ്മരിക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന ആ ശക്തി, നിശ്ചലമായ വിശാലതയ്ക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പഴയ അമ്പലങ്ങൾ, പിന്നെന്തൊക്കെയാണ്? പൂഴിമണ്ണിലെ പൂനിലാവിൽ പ്രശോഭിക്കുന്ന കാഴ്ച, ഇവയൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അവിടെ കാണുന്ന ഈ ന്യൂബിയ മരുഭൂമിയും അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അമ്പലങ്ങളുമൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നതേ ഇല്ല. ഓക്കെ. ഈജിപ്തിൽ ശാശ്വത മൂല്യ സങ്കല്പത്തോടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന രാജകീയ ശവക്കല്ലറകൾ. അപ്പം ഈജിപ്തിലൂടെയല്ലേ ഈ നൈൽ നദി ഒഴുകുന്നത്. അപ്പം ഈജിപ്തിൽ ശാശ്വത മൂല്യ സങ്കല്പത്തോടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന രാജകീയ ശവക്കല്ലറകൾ, പിരമിഡുകൾ. പിന്നെ അടുത്തതായിട്ട് അവർ കാണുന്നത് എന്താണ്?
ശവക്കല്ലറകൾ അല്ലേ, പിരമിഡുകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളെയാണ് നമ്മൾ പിരമിഡുകൾ എന്ന് പറയുന്നത്. എവിടുത്തെയാണ്? പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരമാണ് ഈ പിരമിഡുകൾ. അപ്പോൾ കല്ലുകൾ കൊണ്ടോ മൺകട്ടകൾ കൊണ്ടോ ആയിരുന്നു പിരമിഡുകൾ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. ഇവയുടെ ചുവട് ഭാഗം തറനിരപ്പ് ചതുരാകൃതിയിലാണ് ഉണ്ടോ. അപ്പം ഇവയുടെ അടിഭാഗം എങ്ങനെയാണ്? തറനിരപ്പിൽ ചതുരാകൃതിയിലാണ്. ചുവട്ടിൽ നിന്നും 4 ഭാഗവും ഉള്ളിലേക്ക് ചരിച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഒടുവിൽ 4 ചുവരുകളും ഒരു ബിന്ദുവിൽ സമാപിക്കുന്നു. പിരമിഡുകൾക്കുള്ളിൽ സുരക്ഷിതമായ അറകൾ ഉണ്ടായിരിക്കും. വലുതും ചെറുതുമായി അനേകം പിരമിഡുകൾ പല കാലഘട്ടങ്ങളായി അവിടെ ഉണ്ടായി. മിക്ക പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളും നദിയുമായി ബന്ധിപ്പിച്ചുമായിരുന്നു. ഇവയിൽ ഏറ്റവും വലുതേതാണ്? ഗിസയിലെ 3 പിരമിഡുകളാണ് ഏറ്റവും വലുത്. ഖുഫു ചക്രവർത്തി പണി കഴിപ്പിച്ച പിരമിഡാണ് ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാസ്തുശില്പവും ഇത് തന്നെയാണ്. ഇതിൻ്റെ ചുവട് വിസ്താരം 13 ഏക്കറാണ്. 146.59 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഉയരം. ഇതിൻ്റെ ഉയരം 137 മീറ്ററാണ്. 2.5 ടൺ ഭാരമുള്ള പാറകൾ കൊണ്ടാണ് പിരമിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 1,00,000 പേരുടെ 10 വർഷത്തെ അധ്വാനമാണ് ഈ പിരമിഡിന് ഉള്ളത്. അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരത്തിനെയാണ് നമ്മൾ പിരമിഡുകളെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പിരമിഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നൂറ്റാണ്ടുകളുടെ മയിൽക്കുറ്റികൾ പോലെ നിലം പറ്റിക്കിടക്കുന്നു. ആ ഈന്തപ്പനയുടെ പച്ചക്കുടയ്ക്ക് കീഴിൽ 5000 കൊല്ലങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മമ്മിയുടെ അവശിഷ്ടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ശവങ്ങൾക്ക് പറയുന്ന പേരാണ് മമ്മി അല്ലേ. ഫറോ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ നൈലിൻ്റെ കിഴക്കേ കരയിലും അവരുടെ ശവക്കല്ലറകൾ ശ്മശാനങ്ങളും പടിഞ്ഞാറേ കരയിലും മണ്ണടിഞ്ഞ് കിടക്കുന്നു. ലാസ്കർ, തീബ്സ് തുടങ്ങിയ പ്രാചീന നഗരങ്ങളുടെ മണൽ സ്മരണകൾ. അപ്പം മണൽ സ്മരണകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈൽ നദിക്കരയിൽ മൺമറഞ്ഞു കിടക്കുന്ന ചരിത്രമാണ് എസ്കെയുടെ മനസ്സിലുള്ളത് അല്ലേ. മരുഭൂമിയിലെ ഓർമ്മകൾ, അതിനെയാണ് നമ്മൾ മണൽ സ്മരണകളെന്ന് പറയുന്നത്. വിശ്വവിഖ്യാത വനിതയായ ക്ലിയോപാട്ര റാണിയുടെ പ്രണയവിഹാര രംഗങ്ങളും നൈൽക്കരയിൽ തങ്ങിക്കിടക്കുന്നു. അതെ, നൈലൊരു മഹാകാവ്യമാണ്. അപ്പം നൈലൊരു മഹാകാവ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കാരണങ്ങൾ കൊണ്ടാണ് അല്ലേ. ഈ നമ്മളീ പഠിച്ച ഇത് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നൈലൊരു മഹാകാവ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ ഒന്ന് നോക്കാം. ആദ്യത്തെ നോക്കിയേ, അർത്ഥം എഴുതുക. ദീർഘസ്കന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളമുള്ള തോളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. അപ്പൊ ദീർഘസ്കന്ധം എന്ന് പറഞ്ഞാൽ നീളമുള്ള തോളോട് കൂടിയവൻ. അടുത്ത നോക്കി, ആദവസ്നാനം എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളുക. ആദവസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൽ കൊള്ളുക. ദിഗംബരന്മാർ, നഗ്നത എന്നാണ് പറയുന്നത്. ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുക. അപ്പൊ ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുക എന്നാണ് അർത്ഥം.